ഡോക്ടറെ, ഈ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടില്ലേ? മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കി വെള്ള മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണോ? പലപ്പോഴും ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആക്ച്വലി ദിസ് ഈസ് എ മിത്ത്, നോട്ട് എ ഫാക്ട്. ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ 70-80% നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ കരളിനകത്താണ് സിന്തസൈസ് ചെയ്യുന്നത്. 20-30% മാത്രമാണ് നമുക്ക് ഡയറ്ററി കൊളസ്ട്രോൾ ആയി ലഭിക്കുന്നത്. മുട്ട എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ പോഷകാഹാരമാണ്. ഒരു മുട്ടയിൽ 6-7% ഓഫ് പ്രോട്ടീൻ നമുക്ക് ലഭിക്കും. കൂടാതെ തന്നെ അതിൽ എല്ലാവിധ എസെൻഷ്യൽ അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ആയ വൈറ്റമിൻ എ, ഡി, ഇ, കെ, ബി കോംപ്ലക്സ്, അയൺ, സെലീനിയം, സിങ്ക് തുടങ്ങിയ മിനറൽസും ചെറിയ തോതിൽ ഒമേഗ-3 ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ആന്റി ഓക്സിഡന്റ്സിനാലും സമ്പുഷ്ടമാണ്. ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനും നെർവ് ഫംഗ്ഷൻസിനും ഫാറ്റി ലിവർ പ്രിവെന്റ് ചെയ്യുന്നതിനും മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന കൊളൈൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ മുട്ടയിൽ ഡയറ്ററി കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ പോലും അത് ബ്ലഡ് കൊളസ്ട്രോളിനെ കാര്യമായി കൂട്ടില്ല. സോ മുട്ട എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കൊളസ്ട്രോൾ ഫുഡല്ല, അത് ഒരു ന്യൂട്രിയൻ പവർ ഹൗസ് ആണ്.